എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ചാണ്. വിഷു എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ആഘോഷമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു സമയത്ത് ഒരു ഹോട്ടലിൽ വിഷു ആശംസകൾ നേർന്ന് ഒരു പോസ്റ്റർ ഇറക്കി. കേൾക്കുമ്പോൾ നല്ല കാര്യം. പക്ഷേ ആ പോസ്റ്റർ എന്തായിരുന്നു എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഇരുന്ന് ചിക്കൻ മന്തി കഴിക്കുന്ന ഒരു ചിത്രമാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈ ഒരു പോസ്റ്റർ എങ്ങനെ ഇത്ര വലിയൊരു പ്രശ്നമായി മാറി, ഇതിനെതിരെ എങ്ങനെ പരാതി വന്നു, അവസാനമായി ഹോട്ടൽ ഉടമയെ പോലീസ് എങ്ങനെ അറസ്റ്റ് ചെയ്തു എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇത് വലിയൊരു പാഠമാണ്. ഈ സംഭവം തുടങ്ങുന്നത് ചേർത്തലയിലെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ്. വിഷു സമയത്ത് എല്ലാവരും ഫെസ്റ്റിവൽ ഓഫറുകളും ആശംസകളും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ മെഹർ മന്തി ഒരു ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കി. പോസ്റ്ററിൽ ഹാപ്പി വിഷു എന്നും എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും മെഹറിന്റെ വിഷു ആശംസകളെന്നും ചേർത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോ ഒരു കൃഷ്ണൻ, അദ്ദേഹത്തിന് മുന്നിൽ ഒരു വാഴയില നിറയെ ചിക്കൻ മന്തിയും വെച്ചിരിക്കുന്നു. വിഷു എന്ന് പറയുമ്പോൾ ഹിന്ദു മതവിശ്വാസികൾക്ക് കണി കാണുന്നതും സദ്യ കഴിക്കുന്നതുമൊക്കെയായി വളരെ ഭക്തിപൂർവമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിക്കൻ മന്തി കഴിക്കുന്ന ശ്രീകൃഷ്ണനെ ചിത്രീകരിച്ച് വിഷു ആശംസകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതാണ് വലിയ പ്രശ്നമായത്. ജനങ്ങൾ ഇത് ഒട്ടും അംഗീകരിച്ചില്ല. മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ പോസ്റ്ററുകൾക്കെതിരെ പലരും ശബ്ദമുയർത്താൻ തുടങ്ങി. വെറും ഒരു സാധാരണ മാർക്കറ്റിംഗ് പോസ്റ്റ് പെട്ടെന്ന് തന്നെ വലിയൊരു വിവാദമായി മാറി. ഇത് വെറുതെ വിടാൻ പലരും തയ്യാറായില്ല. ഇതിനെ തുടർന്ന് തണ്ണീർമുക്കം സ്വദേശിയായ അഭിഭാഷകൻ എം വിനു നൽകിയ പരാതിയിലാണ് ഈ കേസ് മുന്നോട്ട് പോയിരിക്കുന്നത്. പരാതി ലഭിച്ച ഉടനെ പോലീസ് ശക്തമായി നടപടിയെടുത്തു. ചേർത്തലയിലെ മെഹർ മന്തി റെസ്റ്റോറന്റ് ഉടമ അർഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വമോ ദുരുദ്ദേശപരമോ ആയ പ്രകോപനത്തിന് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് പ്രകാരമാണ് കേസിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ചെറിയൊരു പോസ്റ്റർ ഡിസൈൻ നേരെ അറസ്റ്റിലേക്കാണ് നയിച്ചത്. 1 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഹോട്ടൽ ഉടമയുടെ വിശദീകരണം വന്നു. അവർ പറഞ്ഞത് കൃഷ്ണന് മുന്നിൽ കോഴിമന്തി വെച്ചാണ് പോസ്റ്റർ തയ്യാറാക്കിയതെങ്കിലും അത് ബോധപൂർവം ചെയ്തതല്ല എന്നാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റർ തയ്യാറാക്കുന്നത് ഫ്രീലാൻസറെ ഏൽപ്പിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു സ്ഥിരം ന്യായീകരണമാണ് അല്ലേ? നിങ്ങളൊരു ബിസിനസ് നടത്തുമ്പോൾ ഒരു ഡിസൈനർ തെറ്റ് ചെയ്താലും അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ബ്രാൻഡിന് തന്നെയാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്ത് വന്നാലും അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അതിൻ്റെ ഉടമകൾക്ക് തന്നെയാണ്. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഇതേ പോസ്റ്റർ വേറൊരു മതത്തിൻ്റെ കാര്യത്തിലാണ് ചെയ്തതെങ്കിലോ? പലർക്കും ഇതൊരു നിസ്സാര കാര്യമായി തോന്നാം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ മതവികാരങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇസ്ലാം മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഹറാമായ ഒന്നാണ് പന്നിയിറച്ചി. അതുപോലെ തന്നെ പ്രവാചകനെ ഒരു രൂപത്തിൽ ചിത്രീകരിക്കുന്നതും അവിടെ കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ പന്നിയിറച്ചി കഴിക്കുന്നതായി ഒരു പോസ്റ്റർ ഒരു ഹോട്ടലുടമ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? കേരളം കത്തില്ലേ? തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകും. ഹോട്ടലുകൾ അടിച്ചു തകർക്കുന്ന ലെവലിലേക്ക് വരെ ഒരു പക്ഷേ കാര്യങ്ങൾ പോയേക്കാം. അത് മതവിശ്വാസികളുടെ ഏറ്റവും സെൻസിറ്റീവായ ഒരു അതിർവരമ്പാണ്. അവിടെ തൊട്ടാൽ ആരും മിണ്ടാതിരിക്കില്ല. ഇതേ ലോജിക്ക് തന്നെയാണ് മെഹർ മന്തിയുടെ വിഷയത്തിലും വർക്കാകുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം ഭക്തിയോടെ ശ്രീകൃഷ്ണൻ ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണമാണ് നേദിക്കുന്നത്. അവിടെ കൊണ്ടുപോയി കോഴിമന്തി വെച്ച് പോസ്റ്റർ അടിക്കുമ്പോൾ അത് ആ വിശ്വാസികളെ സംബന്ധിച്ച് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതും പ്രകോപനപരവുമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വികാരം മാത്രം വ്രണപ്പെടുന്നത് വളരെ വലുതായും മറ്റൊരു മതത്തിൻ്റെ വികാരം വ്രണപ്പെടുന്നത് വളരെ ചെറുതായും ഒന്നും ആകുന്നില്ലല്ലോ. പോലീസ് എന്തുകൊണ്ടാണ് ഇത്രയും വേഗം ആക്ഷൻ എടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായോ? BSN സെക്ഷൻ 192 എന്ന് പറയുന്നത് വെറും ഒരു നിസ്സാര വകുപ്പല്ല. മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ച് കലാപത്തിന് ശ്രമിച്ചു എന്നാണ് ആ കേസ്. ചേർത്തല പോലൊരു സ്ഥലത്ത് ഇതിന്റെ പേരിൽ സമൂഹത്തിൽ വലിയൊരു മതസ്പർദ്ധയോ ലഹളയോ ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് ഉടനെ തന്നെ ഹോട്ടൽ ഉടമയായ അർഷാദിനെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ വലിയൊരു ക്രമസമാധാന പ്രശ്നമാണ് ഒഴിവാക്കിയത്. ഏത് മതമായാലും അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേറെ എത്രയോ നല്ല വഴികളുണ്ട്. ഇതൊക്കെയാണ് ഈ വിഷയത്തിന്റെ യഥാർത്ഥ വശം. ഫെസ്റ്റിവലിന് ആശംസകൾ നേരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ സാംസ്കാരികവും മതപരവുമായ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിച്ച് ഇങ്ങനെയുള്ള പുലിവാൽ പിടിക്കരുത്. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഹോട്ടൽ ഉടമയുടെ ഭാഗത്തോ അതോ ഫ്രീലാൻസറായ ഡിസൈനറുടെ ഭാഗത്താണോ തെറ്റ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക.